മണിക്കാണ് പിന്നെ മെസ്സേജ് വരുന്നത്. അപ്പോൾ തിരൂർക്കാടുള്ള സജ്ന ഓട്ടോ കെയർ എന്ന വർക്ക്ഷോപ്പ് മെയിനായിട്ട് അവിടെ പെയിൻറ്റിങ്ങിൻ്റെ ജോലിയാണ് ചെയ്യണമെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഓട്ടോ കെയറിൽ തീപിടുത്തുണ്ടായി എന്നും പറഞ്ഞിട്ടാണ് പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിലേക്ക് മെസ്സേജ് വരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വന്ന സമയത്ത് വലിയ ഫയറായിരുന്നു. വാഹനങ്ങൾ ഒരു 7 കാറോളം പിന്നെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നിന്നുള്ള പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുന്ന ഒരു ഭീകരമായ അന്തരീക്ഷമാണ്. അത് മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ തിരൂർക്കാട് വലിയൊരു പെട്രോൾ പമ്പും ഉണ്ട്. പിന്നെ KVR പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. തൊട്ടടുത്ത് വലിയൊരു ഹോട്ടലുണ്ട്. ഒരു ജനവാസ മേഖലയും കൂടിയാണ്, ഹൈവേ ആണ്. അപ്പോൾ ഉടൻ തന്നെ 2 ഫയർ എഞ്ചിൻ, പെരിന്തൽമണ്ണയുള്ള 2 ഫയർ എഞ്ചിനും അപ്പോൾ തന്നെ ഞങ്ങൾ മലപ്പുറത്തേക്ക് മെസ്സേജ് കൊടുത്തു. മലപ്പുറത്ത് ഉടൻ തന്നെ 2 ഫയർ എഞ്ചിനും എത്തി. ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5-6 ബൈക്കും ഒരു 7 കാറോളം നിലവിൽ കത്തി നശിച്ചിട്ടുണ്ട്. കൂടാതെ കെട്ടിടത്തിനും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാണ്. പ്രാഥമിക നിഗമനം നമ്മൾ ഇവിടെ അന്വേഷിച്ച സമയത്ത് വന്ന സമയത്ത് തന്നെ ഇവിടെ പിന്നെ നാട്ടുകാർ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ആ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്നാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പകൽ വന്നതിന് ശേഷം ഒരു ഫയർ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാലേ നമുക്ക് എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ രാത്രിയാണ്. പിന്നെ ഇപ്പോൾ ഫയർ ഫൈറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് അവിടെ ആകെ മൊത്തം വെള്ളവും ഓയിലും ഞങ്ങളെ ഫോമൊക്കെയാണ്. അപ്പോൾ ഇനി പകൽ വന്നതിന് ശേഷം ഒരു ഫയർ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും എന്താണെന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അതേപോലെ മുകളിൽ ആ മതിന്റെ കൂടെ കൊടുക്കണ്ടേ ക്ലോസ് ചെയ്യാനോ വൈകി വൈകിയിരിക്കലാണ് ക്ലോസ് ഒമ്പതര മണിയോടുകൂടിയാണ്. എന്താ ഉണ്ടായതെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ ഡോറ് മുഴുവൻ അടച്ചിട്ട് കുറെ തുറന്ന് കണ്ടപ്പോഴാണ് കുറെ സ്കൂട്ടറുകൾ കത്തൽ തുടങ്ങിയത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ അല്ലാതെ അതിൻ്റെ അത് കാണാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വണ്ടികളൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി. അത് വേറെല്ലാം പാടെ കൂടി സഹായിച്ചിട്ട് അതിലത്തെ ആൾക്കാരൊക്കെ പാടെ വന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് പമ്പിലാണ് 2-3 വണ്ടി അടിക്കണം. ഇവിടെ റോഡിലാക്കാതെ അതിൻ്റെ ഉള്ളിൽ വില കൂടിയ വണ്ടികൾ മാക്സിമം ഞങ്ങൾ അതിൻ്റെ പുറത്തേക്ക് ഇടാൻ പറ്റി എടുത്തിട്ടുണ്ട്. Jam June Hypermarket, exceeding expectations.